കുഞ്ച് ബിഹാരി ശ്രീ ഹരിദാസ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭക്തമാല. ഭക്തമാല എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത, ശ്രീ നാഭാദാസ്ജി മഹാരാജ് രചിച്ച ഭക്തമാല വൃന്ദാവനത്തിലെ അതിശ്രേഷ്ഠതയുള്ള അതിപരിപാവനമായ പുണ്യമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. വൃന്ദാവനത്തിൽ ഭക്തമാലയുടെ വിശേഷത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ മഹിമ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഭക്തമാലയിലേക്ക്, മീരാബായിയുടെ കഥയിലേക്ക് പോവാത്തത് കേട്ടോ. ആദ്യം നമ്മൾ ഭക്തമാല പറഞ്ഞതിന് ശേഷം നമ്മൾ മീരാബായിയുടെ സ്റ്റോറിയിലേക്ക് പോകും. ഞാൻ പറഞ്ഞു ഭക്തി, ഭക്ത, ഭഗവന്ത, ഗുരു എന്നുള്ള 4 രീതിയുടെ അടിസ്ഥാനത്തിൽ 4 ബേസസ്. എന്താ ഭക്തി? ഇപ്പോൾ അതൊരു മാലയാണെന്ന് വിചാരിക്കുക, ഒരു തുളസി മാലയാണെന്ന് വിചാരിക്കുക. ആ തുളസി മാലയിലെ മുത്തുക്കൾ, അതായത് മുത്തുക്കളാണ് ഭക്തർ. അതിലെ കോർത്തിരിക്കുന്ന മാല ഭക്തി, അതിൻ്റെ കെട്ടിയിരിക്കുന്ന ഭാഗം ഭഗവാൻ, ആൻഡ് അതിലെ വലിയൊരു മുത്ത് സുമേരു ഗുരു. ഈ ഭാവത്തിലാണ് ഭക്തി, ഭക്ത, ഭഗവന്ത, ഗുരു. ഈ 4 കൂടെയും ഉള്ള ഭക്തി. നമുക്ക് ഭക്തി വേണം, ഭഗവാൻ വേണം, ഭക്തർ വേണം, ഗുരു വേണം. എന്നാൽ മാത്രമേ നമ്മുടെ വിഘ്നങ്ങളൊക്കെ മാറി നമ്മുടെ മനസ്സൊക്കെ ശുദ്ധമായിട്ട് നമുക്ക് സദ്ഗതി കിട്ടുള്ളൂ. ഓക്കെ, ഭഗവത് പ്രാപ്തി. നാഭാദാസ്ജി മഹാരാജ് നമുക്ക് ഭക്തരിൽ കൂടെ ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം പറഞ്ഞു തരാം. ഭക്തരുടെ കഥ, ഭക്തരുടെ ലൈഫ്, ഭക്തരുടെ ഹിസ്റ്ററി നമ്മൾ അറിയണം. ഭക്തരിൽ കൂടെ മാത്രമേ നമുക്ക് ഭഗവാനിലെത്താൻ പറ്റുള്ളൂ. ഭക്തരെ സേവിക്കുന്നത് ഭഗവാന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഭഗവാന് ഏറ്റവും ഇഷ്ടം ഭക്തരെക്കുറിച്ച് കേൾക്കുന്നതും അറിയുന്നതുമാണ്. അത് നിങ്ങൾക്ക് മഹിമ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന നാഭാദാസ്ജി മഹാരാജ് ഗ്രന്ഥം എഴുതി, ആ ഗ്രന്ഥം കീർത്തിച്ച് വ്രജപരിക്രമയൊക്കെ ചെയ്ത് 6 ലൈൻ വേഴ്സിലാണ് കേട്ടോ. അതായത് ഓരോ ഭക്തരെക്കുറിച്ചും 6 ലൈൻസിലാണ് ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. 200ഓളം ഭക്തരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ 6 ലൈൻ വേഴ്സിൽ ഓരോ ഭക്തരെക്കുറിച്ചും ഇങ്ങനെ എഴുതി അത് കീർത്തിച്ച് ഭക്തമാല വ്രജത്തിലൊക്കെ അറിയാൻ തുടങ്ങി. ഒരു 100 വർഷത്തോളം അങ്ങനെ പോന്നു. അതായത് നാഭാദാസ്ജി മഹാരാജ് ഭഗവാന്റെ ശ്രീരാമസ്വാമിയുടെ പാദം പൂകി, അതായത് രാമലോകത്ത് സഖീഭാവത്തിലെത്തി സേവ ചെയ്യുന്നത് വരെ ഇത് ഭക്തമാല എല്ലാവരിലും അറിഞ്ഞിരുന്നു. അവിടെ ഭഗവാന്റെ അടുത്ത് എത്തിയതിനു ശേഷം, നാഭാദാസ്ജിയുടെ ഭഗവാന്റെ അടുത്ത് സേവ ചെയ്യാൻ എത്തിയതിന് ശേഷം, ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം, നമ്മൾ അങ്ങനെ പറയില്ല, അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്, സന്തല്ലേ. അതിനുശേഷം ഭക്തമാലയുടെ മഹിമ കുറയല്ല, അത് ആൾക്കാരിലേക്ക് എത്താൻ കുറഞ്ഞു. അപ്പം ഇത് നാഭാദാസ്ജിക്കും വളരെ വിഷമായി. ഭക്തരിലേക്ക് എത്തുന്നില്ല. ഭഗവാന്റെ കാര്യം ഭക്തരിലേക്ക് എത്തണം, ഭഗവാന്റെ കാര്യം എല്ലാവരും അറിയണം, ഭക്തരുടെ മഹിമ എല്ലാവരും. അത് നാഭാദാസ്ജിയുടെ മഹിമ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാനിത് എഴുതിയെന്നുള്ളത് കൊണ്ടല്ല, പക്ഷെ ഭക്തരെക്കുറിച്ച് അറിയാതെ പോകരുത് എന്നുള്ള വിഷമം ശ്രീരാമസ്വാമിക്ക് സേവ ചെയ്യുമ്പോൾ സഖീഭാവത്തിൽ രാമലോകത്ത് നാഭാദാസ്ജിക്ക് ഉണ്ടായിരുന്നു. ഇതാര് മനസ്സിലാക്കുന്നു? ശ്രീരാമസ്വാമി. ഭക്തൻ്റെ മനസ്സ് ഭഗവാൻ അറിയില്ലേ? നമ്മൾ എന്ത് മനസ്സിൽ വിചാരിക്കുന്നു അത് ഭഗവാന് മനസ്സിലാവും. ഞാൻ പറഞ്ഞു, ഭഗവാൻ ഭക്തൻ്റെ ഹൃദയത്തിലാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി നാഭാദാസ്ജിക്ക് എന്തോ വിഷമമുണ്ട്. നാഭാദാസ്ജിയോട് പറഞ്ഞു, വിഷമിക്കണ്ട, അങ്ങയുടെ വിഷമം തീർക്കാൻ ഒരു നെക്സ്റ്റ് ശിഷ്യ പരമ്പരയാണ് ശ്രീ പ്രിയാദാസ്ജി മഹാരാജിൽ കൂടെ. അതായത് ശ്രീരാമസ്വാമി തിരഞ്ഞെടുത്തതാണ് ശ്രീ പ്രിയാദാസ് മഹാരാജ്. ആരാണ് പ്രിയാദാസ് മഹാരാജ്? ശ്രീ ഗോപാൽ ഭട്ട് ഗോസ്വാമിയുടെ ലിനിയേജ്, ആ പരമ്പരയിലുള്ള ശ്രീ പ്രിയാദാസ് മഹാരാജ്. ആദ്യം ശ്രീനിവാസ ദാസ് ആചാര്യൻ, പിന്നെ മനോഹർ ദാസ് ജി, അത് കഴിഞ്ഞിട്ടാണ് പ്രിയാദാസ്. ആ ലീനേജ് ഇത്രയും മനസ്സിലാക്കുക. ഗോപാൽ ഭട്ട് ഗോസ്വാമിയുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട പ്രിയാദാസ് മഹാരാജിനെയാണ് ഈ ദൗത്യത്തിന് വേണ്ടി ശ്രീരാമസ്വാമി സെലക്ട് ചെയ്തത്. അങ്ങനെ പ്രിയാദാസ് മഹാരാജ് ഭക്തി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയം കീർത്തനമൊക്കെ ചെയ്ത് വ്രജത്തിലെത്തി ജയ്പൂരിലേക്ക് എത്താണ്. ജയ്പൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ജയ്പൂർ ഒരു ചോട്ടാ വൃന്ദാവനം ഉണ്ട് കേട്ടോ.
അതായത് വ്രജത്തിൽ പണ്ട് യുദ്ധമൊക്കെ നടത്തിയിരുന്ന സമയത്ത് ചില വിഗ്രഹങ്ങൾ വൃന്ദാവനത്തിൽ നിന്നും ജയ്പൂരിലേക്ക് മാറ്റിയിരുന്നു. നമുക്കറിയാം രാധാ ഗോവിന്ദദേവ്, രാധാ മദൻ മോഹൻ, രാധാ ഗോപിനാഥ്, ഇവർ 3 പേരുടെയും വിഗ്രഹം വൃന്ദാവനത്തിലല്ല ഇരിക്കുന്നത്, ജയ്പൂരിലാണ്. ഉണ്ട് ഇവിടെ ക്ഷേത്രം, പക്ഷെ വിഗ്രഹം ജയ്പൂരിലേക്ക് മാറ്റിയിരുന്നുവെന്ന്. പ്രത്യക്ഷ ഭഗവാന്റെ രൂപങ്ങളാണ് കേട്ടോ. ജയ്പൂരിലുള്ള ഈ 3 ഭഗവാന്മാരുടെയും ദർശനം എടുക്കുന്നത് വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന ജയ്പൂർ എന്നുള്ള സ്ഥലത്ത് ഗൽത്ത എന്നുള്ള സ്ഥലത്തെത്താണ് ആര്? പ്രിയാദാസി മഹാരാജ് ഗൽത്തയിലെത്തി ധ്യാനാദികളും വിശ്രമവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ദിവസം ഒരു സ്ഥലത്ത്, ഞാൻ പറഞ്ഞു ഗൽത്ത എന്നുള്ള സ്ഥലത്തെത്തിയപ്പോൾ പ്രിയാദാസിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു ആരൊക്കെ? ആദ്യം രാധാകൃഷ്ണന്മാർ, പിന്നെ ശ്രീരാമസ്വാമിയും സീതാദേവിയും, പിന്നെ ശ്രീ നിമായ് നിതായ് ശ്രീ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും, പിന്നെ ആര് പ്രത്യക്ഷപ്പെടുന്നു? പിന്നെ വരുന്നു നാബാദാസി മഹാരാജ്. എല്ലാവരെയും മനസ്സിലായി പ്രിയദാസിക്ക്, രാമനും സീതേനെയും ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും രാധാകൃഷ്ണന്മാരെയും. പക്ഷേ നാബാദാസിനെ മനസ്സിലായില്ല. പ്രിയദാസി മഹാരാജ് എല്ലാവർക്കും നമസ്കരിച്ചു. നാബാദാസിനും സന്താണ് ഇവരുടെ കൂടെ ഓരോ ദർശനങ്ങൾ കൊടുത്തപ്പോൾ മനസ്സിലായി സന്താണ്. നമസ്കരിച്ച് ചോദിച്ചു, അങ്ങ് അവിടുന്ന് ആഹാരാണെന്ന് ചോദിച്ചു. അപ്പോൾ നാബാദാസി പറഞ്ഞു, ഭക്തമാല എന്നുള്ള ഗ്രന്ഥം ശ്രീ അഗ്രദാസി മഹാരാജിൻ്റെ നിർദ്ദേശപ്രകാരം, ശ്രീരാമസ്വാമിയുടെ ആജ്ഞപ്രകാരം രചിച്ച് വൃന്ദാവനത്തിൽ സമർപ്പിച്ചതിന് ശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ആരിലേക്കും എത്താതെ ആ വിഷമം എൻ്റെ ഉള്ളിൽ തോന്നിയത് ശ്രീരാമസ്വാമി അറിഞ്ഞ് അവിടുന്ന് നിയോഗിച്ചിരിക്കുകയാണ് അത് എഴുതാൻ വേണ്ടിയിട്ട്. അതായത് ഈ 6 ലൈൻ വേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോവാണ് പ്രിയാദാസി മഹാരാജ്. ആദ്യം ഒരു കീർത്തനം സോങ് പാട്ടായിട്ട്, അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അപ്പോൾ പ്രിയാദാസി മഹാരാജ് ചോദിക്കിയത് എങ്ങനെയാണ് ഞാൻ ചെയ്യുക, എനിക്കറിയില്ല. നാബാദാസി പണ്ട് പറഞ്ഞ പോലെ നാബാദാസി പറഞ്ഞു, അവിടുന്ന് ധ്യാനിക്കുക ശ്രീരാമസ്വാമീനെ, രാമനെല്ലാം പറഞ്ഞു തരും, എല്ലാം മനസ്സിൽ തോന്നിപ്പിച്ച് തരും. അങ്ങനെ പ്രിയാദാസി മഹാരാജ് നാബാദാസി മഹാരാജിൻ്റെ നിർദ്ദേശപ്രകാരം ഭഗവാന്റെ ദർശനമൊക്കെ കിട്ടി നമസ്കരിച്ചതിന് ശേഷം ധ്യാനിക്കാൻ തുടങ്ങുന്നു. ധ്യാനിച്ചതിന് ശേഷം മനസ്സിൽ തോന്നുകയാണ് അങ്ങനെ ഒരു കീർത്തനം, ആദ്യം ഒരു കീർത്തനം, പിന്നെ സോങ് പാട്ട് പോലെ, പിന്നെ എക്സ്പ്ലനേഷൻ ചെയ്താണ് വ്രജഭാഷയിൽ എഴുതി സമർപ്പിച്ച് വ്രജപരിക്രമ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭക്തമാല വീണ്ടും എല്ലാവരിലും എത്താൻ തുടങ്ങുമ്പോൾ നാബാദാസിക്കൊരു ഉള്ളിലൊരു ഡൗട്ട്, ഞാനിതൊക്കെ ചെയ്തു, ഇതൊക്കെ കീർത്തിച്ച് എല്ലാം ചെയ്യുന്നു, പക്ഷെ ഇത് ഭഗവാൻ അംഗീകരിച്ചോ, ഇത് അക്സെപ്റ്റ് ചെയ്തോന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ. ഇതെല്ലാം ചെയ്യുന്നുണ്ട്, നാബാദാസിയുടെ അംഗീകരിച്ചിട്ടുണ്ട് ഭഗവാൻ, പക്ഷെ ഞാൻ ചെയ്തത് അംഗീകരിച്ചോ എന്നുള്ള ഒരു സംശയം ഉള്ളിലുണ്ട്. മനസ്സിലാക്കുക, ഭക്തിയിൽ ഭഗവാൻ സംശയങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് ഇടും. എന്തിനു വേണ്ടിയിട്ടാണ്? അതും പുതിയ പുതിയ വഴികൾ തെളിയിച്ച്, ഇതൊക്കെ ഭഗവാന്റെ പണി തന്നെ. ഇതൊക്കെ വേറെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവാനും ചില കാര്യങ്ങളൊക്കെ ഭഗവാൻ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ് കേട്ടോ. എന്നാലേ നമ്മളത് തേടി പോകത്തുള്ളൂ, ചിലത് നമ്മളുടെ അടുത്തേക്ക് എത്താനും. അങ്ങനെ ഇരിക്കുന്ന പ്രിയാദാസി കീർത്തനവും ഭക്തമാലയും ഒക്കെ പ്രകീർത്തിച്ചിരിക്കുമ്പോൾ ഒരിക്കൽ ഹോദി പറഞ്ഞൊരു ഗ്രാമം, വൃന്ദാവനത്തിനടുത്ത് തന്നെ കോശി, അവിടെ ലാൽ ബിഹാരിണി ജു, ഞാൻ നോക്കുമ്പോൾ ജയ്പൂർ അടുത്ത് തന്നെയാണ് ഇതും വരുന്നത്, വൃന്ദാവനത്തിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അവിടെ ലാൽ ബിഹാരിണി ജു എന്ന് പറഞ്ഞ ഒരു കൃഷ്ണനും രാധയുമുള്ള ക്ഷേത്രം. അപ്പോൾ നിങ്ങൾ എന്താ ചോദിക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിഹാരിണി ജു, ലാൽ ബിഹാരി പറഞ്ഞ കൃഷ്ണൻ, ബിഹാരിണി പറഞ്ഞ രാധാറാണി, ഇങ്ങനെയുള്ള ഒരു ക്ഷേത്രം. കുറേ ക്ഷേത്രങ്ങളുണ്ടല്ലോ, അതിൽ ഇങ്ങനെയുള്ള ഒരു കൃഷ്ണൻ്റെ രാധേൻ്റെ ക്ഷേത്രം. അവിടെ എത്താണ് പ്രിയാദാസി മഹാരാജ്. അവിടെ എത്തുന്ന സമയത്ത് പ്രിയാദാസി മഹാരാജിനോട് അവിടുത്തെ ജനങ്ങൾ പറയാണ്, ഭക്തർ അങ്ങന്ന് ഇവിടെ താമസിക്കണം, അവിടുത്തെ പൂജാരിയും, എന്നിട്ട് ഭക്തമാല കീർത്തിച്ച് ഇവിടെ പറയണം, എന്നിട്ട് അവിടുത്തെ ദർശനം അവിടുത്തെ കീർത്തനമൊക്കെ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. അങ്ങനെ അവിടെ നമുക്കറിയാം സന്തുക്കൾക്ക് താമസിക്കാനുള്ള ആശ്രമം, ഇതൊക്കെ കുടിലൊക്കെ, ഈ വള്ളിക്കുടിൽ, അവിടുത്തെ സന്യാസിമാരൊക്കെ നമുക്കറിയാം ഭാണ്ഡീരവനത്തിൽ താമസിക്കുന്നത് എങ്ങനെയാണെന്ന്. മണ്ണുകൾ കൊണ്ട് തീർത്ത നല്ല രസമാണ് കേട്ടോ കാണാൻ.
അങ്ങനെയുള്ള ആശ്രമത്തിലൊക്കെ അവർ താമസിച്ച് നാഭാദാസി ഭക്തമാല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഥകൾ. ഭക്തമാല. അപ്പോൾ പൂജാരി അമ്പലം തുറക്കുന്നു. ലാൽ ബിഹാരി ബിഹാരിണിജുവിൻ്റെ അടുത്ത് പ്രിയാദാസി മഹാരാജ് ഭക്തമാലയെ കുറിച്ച് വർണ്ണിക്കുന്നു, കഥകൾ പറയുന്നു, പൂജാ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞു, സെക്കൻഡ് ഡേയും ഇതൊക്കെ നടക്കുന്നു. രാത്രിയായി കേട്ടോ. രാത്രിയായപ്പോൾ കുറച്ച് കള്ളന്മാർ വരികയാണ്. കള്ളന്മാർ മോഷ്ടിക്കാൻ വന്നിട്ട് എന്ത് ചെയ്തു അവർ ഈ ലാൽ ബിഹാരി ബിഹാരിണിജുവിനെ ഈ വിഗ്രഹം അവിടുത്തെ പൂജാ സാധനങ്ങളൊക്കെ എടുത്ത് അവർ പോയി. നെക്സ്റ്റ് ഡേ വാതിൽ തുറന്ന് നോക്കുമ്പോൾ അവിടെ ആരില്ല. ലാൽ ബിഹാരി ബിഹാരിണിജു നമ്മുടെ കൃഷ്ണരാധയില്ല. നാഭാദാസിക്ക് വളരെ ദുഃഖം. കാരണം നാഭാദാസിയുടെ ഉള്ളിൽ എന്താണ് വിഷമം എന്ന് പറഞ്ഞാൽ, നട തുറന്നപ്പോൾ പൂജാരിക്ക് സങ്കടമായി. ഭഗവാനെ കാണുന്നില്ല, ഭക്തർ വിഷമിക്കുന്നു. എൻ്റെ ഭക്തമാല ഞാൻ എഴുതിയത് ഇഷ്ടപ്പെടാണ്ട് ഭഗവാൻ പോയതായിരിക്കുമോ എന്നുള്ളൊരു തോന്നല്. അഥവാ ഇഷ്ടപ്പെട്ടിരുന്നു വെച്ചാൽ ഭഗവാൻ ഇവിടെ നിൽക്കായിരുന്നു. കള്ളന്മാർ വന്ന് എന്താ ഭഗവാന് ശക്തി ഉണ്ടായിരുന്നില്ലേ, ഭഗവാൻ ഇവിടെ നിൽക്കാറുന്നില്ലേ, ഭഗവാൻ അപ്പം അതെൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലേ എന്നുള്ളൊരു തോന്നൽ പ്രിയാദാസി മഹാരാജിൻ്റെ ഉള്ളിൽ വന്നു. പ്രിയാദാസി മഹാരാജ് ഒന്നും കഴിച്ചില്ല അന്നത്തെ ദിവസം. വിഷമിച്ച് ദുഃഖിച്ചിരുന്നു. പൂജാരി പറഞ്ഞു, അത് അവർ ചെയ്തതല്ലേ, കള്ളന്മാർ ചെയ്ത അവിടുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കരുത്, അങ്ങനെയല്ല, ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ, ഭഗവാനെ നിൽക്കാം, ഭഗവാൻ എങ്ങനെയെങ്കിലും, അങ്ങനെയൊക്കെയുള്ള ദുഃഖം ഉള്ളിൽ വന്നു. ഉള്ളിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇത് അംഗീകരിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. കൊണ്ടുപോയ കള്ളന്മാരുടെ അവസ്ഥ ഞാനിനി പറയാം. അവർ കൊണ്ടുപോയി ലാൽ ബിഹാരി ബിഹാരിണിജു രാധാകൃഷ്ണന്മാരെ. കുറച്ചെത്തിയപ്പോൾ ഇവരുടെ അടുത്ത് സ്വപ്ന ദർശനമോ അല്ലാതെയോ പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ പറയുന്നു, വേഗം ഞങ്ങളെ തിരികെ കൊണ്ടാക്കണം, എവിടെ നിന്നാണോ എടുത്തത് അവിടെ കൊണ്ട് ആക്കണം, ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ദുഃഖം ഞാൻ തരും, ഒന്നല്ല 10 ഇരട്ടി ദുഃഖം തരും. കാരണം ഒന്ന്, അമ്പലത്തിൽ നിന്ന് എൻ്റെ ഭക്തന്മാരെ വിഷമിക്കുന്നു, അതിനേക്കാട്ടും വലിയ വിഷമം ഞങ്ങൾക്കുണ്ട്. കൃഷ്ണനോട് ആദ്യം പറയണം കേട്ടോ, ഞങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയോ, ഞങ്ങൾ ആ ഭക്തമാല കേട്ട് രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയാദാസി മഹാരാജ് പറയുന്ന ഭക്തമാലയിൽ ഞങ്ങൾ മനം മയങ്ങി സന്തോഷിച്ച് ആനന്ദിച്ച് ഭക്തരുടെ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്ന് മോഷ്ടിച്ചത്. ഇതിന് നിങ്ങൾക്ക് ക്ഷമയില്ല, നിങ്ങൾ കൊണ്ട് മാപ്പ് തരില്ല. ഇനി ഇത് നിങ്ങൾ കൊണ്ട് അവിടെ വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖം ഇരട്ടിച്ച് ഞാൻ തരും എന്ന് ഭഗവാനും രാധാറാണിയും പറയാണ്. ഇത് കേട്ട ഉടനെ കള്ളന്മാർക്ക് ആകെ പേടിയാവാൻ തുടങ്ങി. അവരെന്ത് ചെയ്തു, അവർ രാധാകൃഷ്ണൻ, കാരണം അവർക്ക് കേൾക്കണം ഭക്തമാല. അവർ പറയുന്നു, വേഗം കൊണ്ടുപോയി, ഞങ്ങൾക്ക് ഭക്തമാല കേട്ടേ പറ്റുള്ളൂ. വേഗം രാധാകൃഷ്ണന്മാരെ എങ്ങനെ കള്ളന്മാർ കൊണ്ടുപോകുന്നു, കീർത്തനമൊക്കെ പാടി, രാധയുടെയും കൃഷ്ണൻ്റെയും ആനന്ദിച്ച് കീർത്തനമൊക്കെ പാടി കള്ളന്മാർ കൊണ്ടുപോയി ലാൽ ബിഹാരി ബിഹാരിണിജുവിനെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. കള്ളന്മാർ വരുന്ന കീർത്തനമൊക്കെ കേട്ട് പൂജാരിയും ഭക്തരും പ്രിയാദാസി ഇരിക്കുന്നു. എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കള്ളന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയതാ ഭഗവാനെ. ഭഗവാൻ ഞങ്ങളോട് പറഞ്ഞു, ഇത് കൊണ്ടുവച്ചില്ലെങ്കിൽ തിരിച്ച് ഞങ്ങളെ ഞാൻ ഇരട്ടിച്ച് ദുഃഖം തരുന്നു. ഞങ്ങൾക്ക് അവരുടെ ഉള്ളിൽ എന്താണ് ജ്ഞാനം ഭഗവാൻ കൊടുക്കുകയാണ്, അവർക്ക് കീർത്തിക്കാനുള്ള ഭക്തമാല. കാരണം കള്ളന്മാർക്ക് വരെ ഭക്തി വന്നു, ജ്ഞാനം, അവർക്ക് ഭക്തി കീർത്തനമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നു. അവിടുന്ന് പ്രിയാദാസി മഹാരാജിൻ്റെ ഭക്തമാല കേൾക്കണം എന്നാണ് പറയുന്നത് ഭഗവാൻ. അതുകൊണ്ട് തിരികെ വന്നതാണെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ നമ്മുടെ പ്രിയാദാസി മഹാരാജ് നമസ്കരിക്കുന്നു ഭഗവാനെ. എന്തൊരു സന്തോഷമാണെന്നറിയോ. മനസ്സിലാക്കുക, ഭക്തമാലയുടെ ആദ്യത്തെ ശ്രോതാവ്, ആദ്യം കേൾക്കുന്നത് ആരാ? ഭഗവാനാണ്. ഭക്തമാല കീർത്തിക്കുമ്പോൾ അതിലെ ഫസ്റ്റ് ലിസണർ രാധാറാണിയും കൃഷ്ണനും ഭഗവാനാണ് ഇരുന്ന് കേൾക്കാൻ പോകുന്നത് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ ശ്രദ്ധയുടെ കാര്യം ഞാൻ പറയും. അങ്ങനെ ഇരിക്കുന്ന ഭക്തമാല ശ്രദ്ധിക്കാം. ഇങ്ങനെ ഭക്തമാല പ്രകീർത്തിച്ച് നടക്കുന്ന സമയത്ത് ഇനി ഒരു കഥയും കൂടി ഉണ്ട് കേട്ടോ. ആ കഥയും കൂടി പറയാം. ഇങ്ങനെ പോകുന്നു, വ്രജമണ്ഡല പരിക്രമയൊക്കെ ചെയ്ത് ഭക്തമാല പറഞ്ഞ് നടക്കുമ്പോൾ ഒരു വ്യാപാരി വരികയാണ്. അപ്പം ആ വ്യാപാരി ആരാണെന്നറിയോ? ആ വ്യാപാരി വളരെ ദൂരെ നിന്ന് വരിക. ഭക്തമാലിനെ കുറിച്ചൊക്കെ മഹിമയൊക്കെ മനസ്സിലാക്കി ഈ വ്യാപാരി പ്രിയാദാസി മഹാരാജ് ഇരിക്കുന്ന സ്ഥലത്ത് വരുന്നു. എന്നിട്ട് പറയുന്നു, എനിക്ക് അവിടുത്തെ ഭക്തമാലയെക്കുറിച്ച് അറിയാൻ, അവിടുത്തെ മഹിമയൊക്കെ അറിഞ്ഞു, പക്ഷേ എനിക്ക് ഇത്ര ദൂരം എനിക്കിങ്ങനെ കേൾക്കാനൊന്നും വ്യാപാരവും കാര്യങ്ങളായത് കാരണം പറ്റുന്നില്ല.
അപ്പോൾ പ്രിയദാസി പറഞ്ഞു, അങ്ങ് എന്താ വിചാരിക്കുന്നത്, ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റാത്ത കാരണം ഞാൻ അവിടെ നിന്ന് പറയണമെന്നാണോ? പറയാം. അത്രയും ഡൗൺ ടു എർത്ത്, മനസ്സിലാക്കുക. അതാണ് സന്തിൻ്റെ ക്വാളിറ്റി. ഇങ്ങനെ ആയിരിക്കണം സന്തുക്കളുടെ മനസ്സ്. കണ്ടോ? പറഞ്ഞു അല്ല, അവിടുത്തെ മനസ്സ് ഞാൻ മനസ്സിലാക്കുന്നു. വ്യാപാരി പറഞ്ഞു അല്ല, അവിടെ നിന്ന് എനിക്ക് ഭക്തമാല ഒന്ന് എഴുതി തരണം. ഒന്ന് കോപ്പി ചെയ്തൊന്നും അല്ലല്ലോ, അവിടെ നിന്ന് എഴുതി എനിക്കൊരു ഭക്തമാല തന്നാൽ എനിക്കത് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ആൾ ഓപ്പൺ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുകയാണ് കാര്യങ്ങൾ. എന്നെ കൊണ്ടല്ലാതെ ഇത് ശ്രവിക്കാൻ പറ്റില്ല, എനിക്കതിരുന്ന് ചെയ്യാനുള്ള സമയം സിറ്റുവേഷൻ ഇതൊന്നും ഇല്ല. അതുകൊണ്ട് ഇത് കൊണ്ടുപോയാൽ എനിക്ക് വീട്ടിൽ വെച്ചിട്ട് ഒരു പൂ വെച്ച് പൂജിക്കെങ്കിലും ചെയ്യാം. അതായത് നമുക്കറിയാം ഭാഗവതം നമ്മൾ പൂജ ചെയ്യും, പ്രദക്ഷിണം വയ്ക്കും. അതേപോലെ എനിക്ക് പൂ വയ്ക്കാം, എന്നിട്ട് അങ്ങനെ പൂ വെച്ച് നമ്മൾ തുറക്കുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യാം, എനിക്ക് പൂജ ചെയ്യാം. എനിക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെ നിന്ന് അത് ചെയ്യണം. അപ്പോൾ ഈ ഭക്തിയുടെ ഒരു ഭാവം കണ്ടപ്പോൾ പ്രിയദാസ് മഹാരാജിന് മനസ്സലിഞ്ഞു. പ്രിയദാസ് അതിനെന്താ ചെയ്തു തരാം. അങ്ങനെ എഴുതി ഈ ഭക്തമാല വ്യാപാരിക്ക് കൊടുക്കുന്നു. വ്യാപാരി വീട്ടിലേക്ക് കൊണ്ടുപോയി ആദ്യത്തെ ദിവസം വേഗം എടുത്ത് പൂവൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ദിവസം വേഗം പൂവൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ ദിവസമായപ്പോൾ അത് കബോർഡിൽ എടുത്ത് വെക്കാൻ തുടങ്ങി, ഒന്ന് തൊട്ട് തൊഴാൻ തുടങ്ങി. നാലാമത്തെ ദിവസമായപ്പോൾ അങ്ങനെ 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 കുറഞ്ഞു വന്ന് കുറച്ച് ദിവസമായപ്പോൾ അത് ആ കബോർഡിലിരുന്നു. പക്ഷേ ഒരു കാര്യം ചെയ്തു. ആ വ്യാപാരി മക്കളോട് പറഞ്ഞു, ഭക്തമാല എന്നുള്ളൊരു ഗ്രന്ഥം അതിശ്രേഷ്ഠതയുള്ളതാണ്. വ്രജത്തിൽ നിന്ന് പ്രിയദാസി മഹാരാജ് എഴുതി തന്നതാണ്. ഇതിവിടെ ഉണ്ട്, ഈ കബോർഡിലുണ്ട്. ആ വ്യാപാരിയുടെ ശരീരം പറ്റാത്ത അവസ്ഥ വരുമ്പോൾ മരണക്കിടക്കയിൽ ഇരുന്നുള്ള സമയത്ത് ഈ ഭക്തമാല നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെൻ്റെ ഹൃദയത്തിൽ നെഞ്ചിലോ ചേർത്ത് വെച്ച് തരണം. അതെനിക്ക് സദ്ഗതി തരും, കാരണം അത്ര മഹിമയാണ് ഭക്തമാലയ്ക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വ്യാപാരി ദിവസം കുറേ കാലത്തിന് ശേഷം ശരീരം പറ്റാതെ കണ്ട് ബെഡ് റിഡനായി, കിടപ്പിലായി, നാക്കൊക്കെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വ്യാപാരി ഓർത്തത്. എന്തോർത്തു? ഭക്തമാലേനെ കുറിച്ച്. വ്യാപാരി മക്കളോട് പറഞ്ഞു. അപ്പോൾ ഓർത്തപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആംഗ്യ ഭാഷയിൽ കൂടെയൊക്കെ കാണിച്ചു. മക്കൾക്ക് മനസ്സിലാവുന്നില്ല. കുറേയൊക്കെ കാണിച്ച് കബോർഡിൻ്റെ അടുത്തേക്കൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഒരു മോന് മനസ്സിലായി, ഓ പറയുന്നത് ഭക്തമാല ഈ കബോർഡിൻ്റെ ഉള്ളിലുണ്ട്. വേഗം കബോർഡ് തുറന്ന് ഭക്തമാല, ഓ അച്ഛൻ അന്ന് പറഞ്ഞിരുന്നു ഇത് വയ്യാതെ ആവുമ്പോൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം എന്ന്. അപ്പോഴത്തേനും അവശതയായിരുന്നു. ഈ വ്യാപാരി കണ്ണൊക്കെ വയ്യാതെ, ശരീരത്തിന് പാകമില്ലാതെ ഒക്കെ വന്നിരുന്നു. ഭക്തമാല എടുത്ത് ഹൃദയത്തോട് വെച്ച സമയത്ത് ഇത്രയും നാളും മിണ്ടാതിരുന്ന വ്യാപാരി, ശബ്ദം പുറത്തു വരാത്ത വ്യാപാരി, ശരീരത്തിന് അവശതയായ വ്യാപാരി സന്തോഷിക്കാൻ തുടങ്ങി, ചിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. കൈ മുകളിലേക്ക് ഉയർത്തി ചിരിച്ചുകൊണ്ട്. കാരണം സന്തുക്കളുടെ ദർശനം കിട്ടുന്നു. അതായത് എന്താ നടക്കുന്നതെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല, മക്കൾക്ക്, വലിയ മക്കൾ. അപ്പോൾ മക്കൾ ചോദിക്കുന്നത്, എന്താ നിങ്ങൾക്കറിയില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഭക്തമാല, എന്നെ യമദൂതന്മാർ പിടിക്കാൻ വേണ്ടി വന്നു. ഞാൻ വയ്യാതെ കിടക്കുക, ഞാൻ അവശതയിൽ, ഞാൻ അതുകൊണ്ട് ശരീരം എനിക്ക് പറ്റാതെ വന്നു, ബലഹീനായി വന്നു. പക്ഷെ നിങ്ങൾ ഭക്തമാല കൃത്യസമയത്ത് എൻ്റെ ഹൃദയത്തിൽ വെച്ചപ്പോൾ സന്തുക്കളുടെ ദർശനം എനിക്ക് കിട്ടുന്നു. ഇവർക്ക് കാണാൻ പറ്റുന്നില്ല സന്തുക്കളുടെ ദർശനം. ഭഗവാൻ സന്തുക്കളൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുന്നു. ഭഗവാന്റെ ദർശനം, രാധാകൃഷ്ണന്മാർ സന്തുക്കൾ എന്നെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു, ഭക്തലോകത്തേക്ക്. അവിടെ നിന്ന് അപാദാസി എന്നെ അനുഗ്രഹിക്കുന്നു. രാധേ കൃഷ്ണ, രാധേ ശ്യാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കൈകൾ ഉയർത്തി രാധേ 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 പറഞ്ഞ് രാധേ ശ്യാം കീർത്തനം പറഞ്ഞ് ഭഗവാന്റെ അടുത്ത സദ്ഗതി, മുക്തി കിട്ടി. ഇതൊക്കെ മക്കൾ. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു മക്കളോട്, നിങ്ങളും ഭക്തമാല നിർബന്ധമായിട്ടും വായിക്കണം. വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പോയിട്ട് പൂജിക്കെങ്കിലും വേണം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും ഇത് പറഞ്ഞു കൊടുക്കണം. ഇന്നും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഇരിക്കുന്ന ഭക്തമാല. ഇതുകൊണ്ടാണ് ഞാനിതിൻ്റെ മഹിമ ഇത്രയും പറയാൻ തന്നത്. ഭക്തമാലയുടെ മഹിമ മനസ്സിലാക്കുക. അത് തൊടുകയേ ചെയ്തിട്ടുള്ളൂ, പൂജിക്കുകയേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവസാന സമയത്ത് സദ്ഗതി ഭഗവാനെ കിട്ടി. അവിടെ ഭഗവാനാണ് ഫസ്റ്റ് ലിസണർ എന്ന് പറഞ്ഞു. ആദ്യം കഥ കേൾക്കാൻ വരുന്നത് ഭഗവാനാണെന്ന് പറഞ്ഞു. ഇനിയും ഉണ്ട് ഒരു കഥയും കൂടി, ഭക്തമാലയുടെ മഹിമ. ഞാൻ പറഞ്ഞു 3 ക്ഷേത്രങ്ങൾ. ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഭക്തമാലയുടെ മഹിമ മനസ്സിലാക്കണം. എത്രത്തോളം വ്രജത്തിൽ ഭാഗവതം പോലെ ഭക്തമാലയും കീർത്തിക്കും.
പാട്ടായിട്ട് എല്ലായിടത്തും നമുക്ക് കേൾക്കാം ഭക്തമാല. പക്ഷെ ഇത് കുറേ എത്തിയപ്പോൾ ആർക്കും അറിയാതെ, ഞാൻ പറയുന്ന അറിയുന്നവർ വ്രജത്തിലുണ്ട് കേട്ടോ, ഇവിടെയൊന്നും എല്ലാവർക്കും അറിയുന്നില്ല. മീരാബായിയുടെ കഥ, ഈ ഭക്തമാലയിലുള്ള കഥയാണ് മീരാബായി എന്നുള്ള. അനവധി സന്തുക്കളുടെ പല ഭക്തരുടെ കഥകളുണ്ട്, എല്ലാം കോർത്തിണക്കിയിട്ടുള്ളതാണ് ഭക്തമാല. അതിലെ മീരാബായിയുടെ കഥ നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് ലിസണറാണ് ഭഗവാൻ രാധാറാണി കൃഷ്ണനും. ഭഗവാൻ നിശ്ചയമായിട്ടും എല്ലാവരുടെ ഹൃദയത്തിൽ, കേൾക്കുന്നവരുടെയും പറയുന്നവരുടെയും ഹൃദയത്തിലുണ്ടാവും. നമുക്ക് ഭഗവാൻ ഭക്തി, സദ്ഗതി, ഭഗവാന്റെ കൃപ, പ്രേമം എല്ലാം ലഭിക്കും ഭക്തമാലയിൽ കൂടെ. അടുത്ത കഥ ഞാൻ പറഞ്ഞു, ജയ്പൂരിലുള്ള ഭഗവാൻ അല്ലേ, രാധാ ഗോവിന്ദദേവ്, മദൻ മോഹൻ, ഗോപിനാഥ്, അതിലെ രാധാ ഗോവിന്ദദേവ്, അതിൻ്റെ കഥയാണ് കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. കുറച്ച് വെയിറ്റ് ചെയ്യാം. ഭക്തമാലയുടെ കഥയല്ലേ. എല്ലാവർക്കും ഭഗവാന്റെ പ്രേമം ഉണ്ടാവട്ടെ, എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നാഭാദാസി മഹാരാജ് ഭക്തമാലയുടെ ഭക്തി എല്ലാവർക്കും തരട്ടെ. കുഞ്ച് ബിഹാരി ശ്രീഹർദാസ്.